ഇന്ന് രാവിലെ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നപ്പോ അവിടെയും ഇവിടെയും കുറച്ച് KSUക്കാർ നിൽക്കുന്ന കണ്ടപ്പോ എന്റെ കണ്ണ് സത്യത്തിൽ നിറഞ്ഞു. കാരണം ഈ സർവകലാശാലയിൽ സമരം ചെയ്യാൻ KSUക്കാർ എത്തി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഏതോ വഴിക്ക് പോയ വഴി ഇവിടെ ചായ കുടിക്കാൻ കയറിയതായിരുന്നു KSUക്കാർ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. ഇതുവഴി പോകുമ്പോ KSUവിന്റെ ഒരു കൊടിയെങ്കിലും താഴെ വീണ് കിടക്കുമായിരിക്കും എന്ന് ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി. അങ്ങനെ താഴെ ഒരു കൊടി പോലും ഇടാതെയാണ് ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും സമരം ചെയ്യാതെ പ്രിയപ്പെട്ട KSUക്കാർ ഇവിടെ നിന്ന് ഒളിച്ചു നടക്കുന്നത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഞങ്ങൾ അലോഷ്യസ് സേവ്യർ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് SFI ഫ്രീസറിലാണെന്നാണ്. അലോഷ്യസ് സേവ്യറിന് മറുപടി പറയാനൊന്നും ഈ വിലപ്പെട്ട സമയം ഞാൻ എടുക്കുന്നതില്ല. പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ട KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് ഞങ്ങൾ പറയാം, SFI ഫ്രീസറിലാണെന്ന് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. SFI ഫ്രീസറിൽ ഇരുന്നാലും SFI ഇനി എത്ര കൊടും മഞ്ഞ് പെയ്യുന്ന ശൈത്യഭൂഖണ്ഡങ്ങളിൽ SFI ഇരുന്നാലും വിദ്യാർത്ഥി വിരുദ്ധമായ ഏതെങ്കിലും ഒരു നിലപാട്, ഏതെങ്കിലും ഒരു ഭരണകൂടം, ഏതെങ്കിലും ഒരു വർഗീയവാദി, ഏതെങ്കിലും ഒരു ഈ കേരളത്തിലോ രാജ്യത്തോ സ്വീകരിച്ചാൽ ഇനി എത്ര തണുത്തുറഞ്ഞ ഭൂഖണ്ഡത്തിലാണ് ഒരു SFI ഇരിക്കുന്നതെങ്കിലും അവന്റെ ചോര തിളച്ച് മുട്ടി വിളിച്ച് അവൻ ഈ തെരുവോരത്തേക്ക് വരും. ആ സമരമാണ് അലോഷ്യസ് സേവ്യർ ചേട്ടാ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ കാണുന്നത്. ഈ കൊടും വെയിലത്തും ഈ കത്തിക്കാളുന്ന സൂര്യന് താഴെയും വർഗീയവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിലും KSUവിന്റെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ അലോഷ്യസ് സേവ്യർ ചേട്ടാ അത് നിങ്ങളുടെ ജനിതകമായ പ്രശ്നമാണ് എന്ന് KSUക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.